അതായത് ഞാൻ എന്നും പള്ളിയിൽ പോകുന്ന ഒരാളല്ലായിരുന്നു. പള്ളിയിൽ പോയാലും പള്ളിയിൽ പ്രാർത്ഥനകൾക്ക് കൂടുന്നല്ലാതെ ഞാൻ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നില്ല. പിന്നീട് വിശുദ്ധ കുർബാനയെ അനലൈസ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ കരയാനായിട്ട് തുടങ്ങിയത്. ഏറ്റവും വലിയ മാറ്റം വന്നത് വലിയ ആഴ്ചകൾ വന്നപ്പോൾ, ഈ കഴിഞ്ഞ വലിയ ആഴ്ചയിൽ ദുഃഖ വെള്ളിയാഴ്ച പീഡാനുഭവ ചരിത്രം വായിച്ചു. എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. ഞാൻ ഈശോ കുരിശിൽ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞ ഭാഗം വന്നപ്പോൾ ഞാൻ ഈശോയെ എന്ന് പറഞ്ഞ അങ്ങോട്ട് കരയാണ്. അതായത് ഞാൻ എൻ്റെ മുന്നിൽ ഈശോ നിന്ന് കരയുന്നതായിട്ട്, ഈശോ കുരിശിൽ കിടക്കുന്നതായിട്ട് ഞാൻ കണ്ട് ഞാൻ നിന്നങ്ങോട്ട് കരയാൻ തുടങ്ങി. അതൊക്കെ എനിക്ക് ആദ്യമായിട്ടുണ്ടാവുന്ന അനുഭവങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പിന്നീട് കൃപകൾക്ക് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അതായത് ഞാൻ ജപമാല റാലിക്ക് ശേഷം ഭൗതിക നേട്ടങ്ങൾക്കായി ഒന്നും പ്രാർത്ഥിച്ചില്ല. കൃപ മാത്രം എനിക്ക് തന്നാൽ മതി എൻ്റെ ഈശോ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എത്ര നന്ദി പറഞ്ഞാലും എൻ്റെ ഈശോയുടെ അമ്മ മാധവനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം കഴിഞ്ഞൊരു വർഷം ഈ ഒരു മാസം ഞാൻ ഇരുന്നൊരു അവസ്ഥയിൽ, ഈ ഒരു വർഷത്തിൽ ഞാനിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് വന്ന ഉയർച്ച, എനിക്ക് വന്ന മാറ്റം ഭൗതികമായല്ല, ആത്മീയമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു പിക്നിക്കിനോ പോയില്ല, ഞാൻ പള്ളികൾ മാത്രം പോയി. കാരണം എന്നെ കേൾക്കാൻ എൻ്റെ ഈശോ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഈശോയ്ക്ക് മാത്രമേ എന്നെ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈശോയ്ക്ക് കത്തുകൾ എഴുതാൻ തുടങ്ങി. ഒരു പുസ്തകമൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ, കത്തുകളൊക്കെ എഴുതിയിട്ടുള്ള പുസ്തകം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ചെയ്യാനായിട്ട് എനിക്ക് പറ്റി.